ആണ്. 5 മണിയായിട്ടേ ഉള്ളൂ. ഞാൻ നാട്ടിലേക്ക് പോവാണ്. ഒരു ഷോർട്ട് ട്രിപ്പിന് വേണ്ടി. ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടില്ലായിരുന്നു ഒരു രജിസ്ട്രേഷൻ്റെ കാര്യം. അപ്പോൾ അതിൻ്റെ കാര്യത്തിന് വേണ്ടി നാട്ടിൽ പോവുകയാണ്. വളരെ ഉറക്കം വന്ന് തൂങ്ങിയിരിക്കുകയാണ്. ഞാനിന്ന് പോയിട്ട് മറ്റന്നാൾ തിരിച്ചു വരും. നാളെയാണ് നമ്മുടെ രജിസ്ട്രേഷൻ, സൺഡേ ആണ്. അപ്പോൾ പോട്ടെ, പോയിരട്ടെ. ഓക്കെ, ബൈ. ഞാൻ തേഞ്ഞൊട്ടിച്ച് ഞാൻ 6:20 മദ്രാസ് മെയിലിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഓടി വന്നത്. വണ്ടിയൊക്കെ ലോക്ക് ചെയ്ത് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് എന്താണ്, എല്ലാ വണ്ടിയും 2 മണിക്കൂർ ലേറ്റാണ്. 6 മണിക്ക് ഇവിടെ വന്നാൽ ഞാൻ പോകാൻ പോകുന്ന വണ്ടി ഇനി എക്സ്പെക്റ്റഡ് ടു അറൈവ് 8 മണിയാണെന്നാണ് പറയുന്നത്. ഞാൻ അപ്പോൾ ചോദിച്ചു സൗത്തിൽ, ഇവിടെ നോർത്ത് റെയിൽവേ സ്റ്റേഷനാണേ. അപ്പോൾ സൗത്തിലത്തെ കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സൗത്തിൽ 10 മണിക്കുണ്ട്. അപ്പോൾ എൻ്റെ ദൈവമേ, 2-2.5 മണിക്കൂർ ഞാൻ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യാനാണെന്ന് അറിയാതെ ഞാൻ ഈ വലയ്ക്ക് തിരിച്ചു പോകാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലേക്കായിരിക്കും. ഭയങ്കര ഇന്നത്തെ ദിവസം തന്നെ പോയി കിട്ടി. ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്ക് വൈകുന്നേരം ആകും. അതാണ് അവസ്ഥ. അതുപോലെ സ്ലീപ്പർ ടിക്കറ്റും കിട്ടിയിട്ടില്ല. അപ്പോൾ അവിടെ കയറിയിട്ട് എക്സ്ചേഞ്ച് ചെയ്യണം. ഇവിടുന്ന് ഇപ്പം സ്ലീപ്പർ കിട്ടില്ലെന്നാണ് പറയുന്നത്. എനിവേസ് തേച്ച് ഓട്ടിച്ച് പണ്ടാരടക്കി എന്ത് ചെയ്യാൻ. ഗായ്സ്, ഞാൻ എത്തി. ഇന്നത്തെ ദിവസത്തെ പോലൊരു ദിവസം ജീവിതത്തിലുണ്ടായില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവരുടെ ഒരു കാര്യം ഞാൻ പറയുകയാണ്. ഓൺലൈൻ ബുക്ക് ചെയ്യാതെ നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ട്രെയിനെ ടൈം നോക്കിയിട്ടായിരിക്കുമല്ലോ ഇറങ്ങുന്നത്. ആ ട്രെയിനിൻ്റെ നമ്പറും കൂടെ നോക്കി ചെയ്തിട്ട് അതിൻ്റെ ലൈവ് സ്റ്റാറ്റസ് നോക്കിയിട്ട് നിങ്ങൾ ഇറങ്ങാവൂ. അല്ലെങ്കിൽ ഇതേപോലെ പണി കിട്ടും. നേരം വെളുപ്പാങ്കാലത്തെ 2.5 മണിക്കൂറൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 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 കഷ്ടമായ കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഭയങ്കര വെയിലിൽ നമ്മളിവിടെ എത്തുമ്പോഴത്തേക്ക് ആകെ ടയേർഡും ആകും. അതുകൊണ്ട് ഇനി ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കും, ലേറ്റാണ്. ഇത് അല്ല, സ്പോട്ടിൽ പോയി കൗണ്ടർ ടിക്കറ്റ് എടുത്ത് പോകുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴായാലും ആ ട്രെയിനിൻ്റെ നമ്പർ നോക്കിയിട്ട് ലേറ്റാണോ എന്നോ നോക്കിയിട്ടേ പോകാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് ഈ മോർണിംഗ് ഒക്കെ പോകുമ്പോൾ എനിക്ക് നല്ലൊരു പാഠം കിട്ടി. എന്തായാലും ഞാൻ വീട്ടിലെത്തി, ക്ഷീണിച്ചവശയായി വീട്ടിലെത്തി. ഓക്കെ, ക്ഷീണമൊക്കെ അകറ്റി അന്ന് രാത്രിയിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം മോർണിംഗിൽ ആസ് യൂഷ്വൽ എന്ത് ചെയ്തു, ഞാനും സിന്ധുവും കൂടെ രാവിലെ 5:30 നടക്കാനൊക്കെ പോയിട്ട് തിരിച്ചു വന്ന ശേഷം ഞാൻ തന്നെ സ്വന്തമായിട്ടുണ്ടാക്കിയ കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. സിന്ധുവിൻ്റെ കാപ്പി അവിടെ ഇരിപ്പുണ്ട്. പുള്ളിക്കാരത്തി വിളക്കും കിണ്ടിയും തേച്ചുകൊണ്ടിരിക്കുകയാണ്. സോ പുള്ളിയുടെ കാപ്പിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഞാനിങ്ങനെ ആസ്വദിച്ച് കാപ്പിയൊക്കെ കുടിച്ചിരിക്കുക കേട്ടോ. ക്ഷീണിച്ച് നന്നായിട്ട് നടന്നിട്ട് വന്നതുകൊണ്ട് അതിൻ്റെ ഒരു ക്ഷീണവും കൂടെ ഉണ്ട്. അപ്പോൾ കാപ്പി കുടിക്കുമ്പം അതങ്ങ് സൂപ്പറാകും. പിന്നെ നമ്മളെ പോമിക്കുട്ടനെ അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അവന് ഭയങ്കര അനുസരണ കേട്ടോ. നോക്കുവോ, കൂട്ടിൽ പോകണോ ഞാൻ പുറത്ത് തന്നെ നിൽക്കണോ? അവൻ ചിന്തിക്കുക, വേണ്ട ഞാൻ കൂട്ടിലൊന്നും കയറില്ല, ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. നിങ്ങൾക്ക് മാത്രമല്ലല്ലോ റെസ്റ്റ് വേണ്ടത്, എനിക്കും വേണം ശുദ്ധവായു എന്നാണ് അവൻ്റെ ചിന്ത. കിണ്ടിയിലൊക്കെ തെച്ചിപ്പൂവ്, നിങ്ങളെയൊക്കെ വീട്ടിലുണ്ടോ തെറ്റിപ്പൂവ്? ഇപ്പം ഉണ്ടാവുമല്ലേ. ഒക്കെ വെച്ച് ഞങ്ങൾ വിളക്കിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചു. ഇതൊക്കെ എല്ലാ ദിവസവും ഉള്ള റൂട്ടീനായതുകൊണ്ട് ഞാൻ പിന്നെ ഞാൻ അവിടെ ഉള്ളപ്പോൾ എന്താ കാണിക്കേണ്ടതെന്ന് എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ സ്ഥിരം കാണിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ ഇപ്പോഴും കാണിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. ഇതെൻ്റെ വീട്ടിൽ സ്ഥിരം നടക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഇപ്പോൾ ഈ രാവിലെ സമയത്ത് ഞാൻ എന്തൊന്ന് കാണിക്കാനാണ്? ഒന്നും കാണിക്കാനില്ല. ഈ നടന്ന് വരുമ്പോൾ വിളക്കും കണ്ടിയും തേച്ച് വയ്ക്കും, പോമിക്കുട്ടനെ അഴിച്ചു വിടും. ഇതൊക്കെ തന്നെ എല്ലാ ദിവസവും ഉള്ളത്. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? പോയിട്ട് കുളിച്ചിട്ട് വന്നിട്ട് വിളക്ക് കത്തിക്കും. തേച്ചിട്ടാണ് വിളക്ക് കത്തിക്കുന്നത്. അതാണേ ഇതേ ആ വിളക്കിൻ്റെ അവിടുന്ന് ഒരു ഗ്രില്ല് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ വെട്ടം നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറണം എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ എഴികൾ പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുക. അപ്പോൾ ക്ലോസ് ആക്കി ഇടത്തില്ല. അപ്പം വീട്ടിൻ്റെ ഉള്ളിലേക്കും അങ്ങനെ വേണം എന്നാണ് ശാസ്ത്രവും. അങ്ങനെ ശാസ്ത്രപ്രകാരം ഡോർ അങ്ങനെ ക്ലോസ് ആവത്തില്ല. അതിനാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്നുള്ള വെളിച്ചം അങ്ങ് എൻഡ് വരെ വീടിൻ്റെ ഉള്ളിലൂടെ കയറി പുറത്തേക്ക് അങ്ങ് പോകും. അങ്ങനെയാണ്.
കഴിഞ്ഞിട്ട് നമ്മളെന്താണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ ലൈറ്റായിട്ടാണ്, ലൈറ്റെന്നല്ല ഹെവി തന്നെയാണ്, ബ്രേക്ക്ഫാസ്റ്റ് അല്ലാതെ സാധാരണ പോലെ ഇഡ്ഡലി ദോശയൊന്നും അല്ല. അപ്പോൾ ഇന്ന് നമ്മുടെ രജിസ്ട്രേഷൻ ഡേ ആണല്ലോ. അപ്പോൾ ഞാനും സിന്ധുവൊക്കെ ഞങ്ങൾക്ക് രാവിലെ തന്നെ രജിസ്ട്രേഷന് വേണ്ടി പോകണം. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഒരു ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്ന പഴം പുഴുങ്ങി മുട്ടയും പുഴുങ്ങിയിട്ട് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ആവുമല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ ധൃതി പിടിച്ച് പോകേണ്ടതുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കിങ്ങിണിക്ക് ഒരു ഫംഗ്ഷനും ഉണ്ടേ. അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ വീടിൻ്റെ പാലുകാച്ച. അപ്പോൾ അവൾക്ക് ഗിഫ്റ്റ് വാങ്ങിക്കണം. അപ്പോൾ അവളുടെ കൂട്ടുകാരത്തികളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവരെ കൂടെ അവർ പോകുന്ന സ്ഥലത്ത് ചെന്ന് കൊണ്ടുവന്നാക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് രജിസ്ട്രേഷന് പോകാൻ വേണ്ടിയിട്ട്. 9:30 ആകുമ്പോൾ അവിടെ ചെല്ലാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ക്ലീനിങ് എന്ന് വെച്ചാൽ ഓൾറെഡി ഇവിടെയൊക്കെ ഒന്ന് കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഞങ്ങളൊന്ന് റെഡിയായിട്ട് പോകണം. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബിസി സ്കെഡ്യൂൾ ആയതുകൊണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ മുട്ടപ്പഴം ബ്രെഡ് എന്നുള്ള രീതിയിൽ കഴിക്കാമെന്ന് വിചാരിച്ചത്. അമ്മ പഴം മാത്രമേ കഴിക്കുകയുള്ളൂ കേട്ടോ, ബ്രെഡൊന്നും രാവിലത്തെ സമയത്ത് കഴിക്കാറില്ല. അമ്മയും കുളിച്ച് വന്നിരുന്നതിന് മുടിയൊക്കെ കെട്ടി കൊടുക്കണം. അക്കച്ചിയാണ് മുടിയൊക്കെ കെട്ടി കൊടുക്കുന്നത്. കുളിച്ച് വന്നിരിക്കുകയാണ്. ഇനി മുടിയൊക്കെ റെഡിയാക്കിയൊക്കെ കൊടുക്കണം. ഇപ്പോൾ എനിക്ക് നോക്കുന്നതുകൊണ്ട് ഞങ്ങൾ കഴിക്കാൻ പോകും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ഞാൻ കഴിക്കാൻ പോണതാണേ. അപ്പോൾ അതുകൊണ്ട് സിന്ധു ഏത്തപ്പഴം എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കാൻ പുള്ളിക്കാരത്തേക്ക് ബുദ്ധിമുട്ടാണ്. ഷുഗറൊക്കെ ഉള്ളത് കൊണ്ട് ഏതെങ്കിലുമൊക്കെ ഒന്നേ കഴിക്കാറുള്ളൂ. അങ്ങനെ കിങ്ങിണിയും കൊണ്ട് ഞാനാണ് കടയിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് അവളുടെ കൂട്ടുകാരത്തികളൊക്കെ ആ കടയുടെ അവിടെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അവർക്ക് കൊണ്ടുപോകാനുള്ള ഗിഫ്റ്റൊക്കെ ഞാൻ വാങ്ങിച്ച് റാപ്പ് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുക. അവളുടെ കൂട്ടുകാരത്തികളാണ്. അപ്പോൾ അവൾ പറയും ഇതൊക്കെ നിങ്ങളൊക്കെ യൂട്യൂബിൽ വരുമെന്നിങ്ങനെ പറയുക കിങ്ങിണി. എന്നിട്ട് എനിക്ക് വീട്ടിൽ തിരിച്ചു പോകണം. എന്നിട്ട് സിന്ധുവിനെയും കൂട്ടിയിട്ട് വരണം. ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു. തിങ്കളാഴ്ച ഒരു ദിവസമല്ലേ ഉള്ളൂ. പിറ്റേന്ന് തന്നെ എറണാകുളത്തേക്ക് പോരുകയും വേണം, ഓഫീസിൽ പോകണമല്ലേ. ഞങ്ങൾ വാങ്ങിച്ച ഗിഫ്റ്റ് ഇതാണ് കേട്ടോ, കൃഷ്ണനും രാധയും. പക്ഷേ ഭയങ്കര വെയിറ്റാണ്, പിള്ളേർക്ക് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ രജിസ്ട്രേഷൻ്റെ പേയ്മെൻറ്റൊക്കെ കൊടുക്കുന്ന പ്രോസസ്സാട്ടോ. ജസ്റ്റ് വെറുതെ വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം 3:30 എങ്ങാണ്ടായി. ഞങ്ങൾ ക്ഷീണിച്ച് വെള്ളം പോലും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് വീട്ടിൽ വന്നപ്പോൾ അക്കച്ചിത എന്തുണ്ടാക്കി വെച്ചു, ഉണക്കലരി പായസം. ചോറും ഒക്കെ വെച്ചു. പക്ഷെ ഞങ്ങൾക്ക് ചോറ് കഴിക്കാനുള്ളൊരു ശേഷി ഉണ്ടായിരുന്നില്ല. കാരണം സമയം കഴിഞ്ഞു പോയായിരുന്നല്ലോ. അപ്പോൾ ചോറ് കഴിച്ചില്ല. വന്ന ഉടനെ കഴിച്ചു, പായസം കഴിച്ചു. സിമ്പിൾ പായസമില്ലേ, ഉണക്കലരി വെച്ചിട്ട് ജീരകവും ശർക്കരയൊക്കെ ഇട്ടുള്ള പായസം. പിന്നെ ഞങ്ങൾ ക്ഷീണിച്ച് കുറച്ച് നേരമൊക്കെ കിടന്ന ശേഷം വൈകുന്നേരം പഴംപൊരിയും ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാത്രി റെസ്റ്റ് എടുത്തതേ. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ ട്രെയിൻ കയറാൻ വേണ്ടി കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുക. ഇത് കഴിഞ്ഞ് ഇനി എറണാകുളത്തേക്ക് നേരെ ഓഫീസിലേക്കാണ് പോകുന്നത്. ഞാൻ എൻ്റെ മുഖമൊക്കെ നോക്കുക, ക്ഷീണമായി എന്നുള്ള രീതിയിൽ. കാരണം 2 ദിവസമായിട്ട് ഭയങ്കര റെസ്റ്റ് ഇല്ലായ്മയായിരുന്നല്ലോ, യാത്ര മാത്രം. ഓക്കെ.